ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചെട്ടിയിട്ടു. ഈ തിരുവെഴുത്ത് പൂർത്തിയാകുമ്പോൾ പീഡാനുഭവത്തിൻ്റെ കഠിന വീതിയിലൂടെ കടന്നു പോവുകയായിരുന്നു ക്രിസ്തു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിതനാവുകയും കുറ്റക്കാരനായി വിധിച്ചപ്പോഴും ക്രിസ്തു അനുഭവിച്ച വീതിയുടെ തീവ്രത ഈ വാക്കുകളിൽ വ്യക്തമാകുന്നു. നാം എല്ലാം പെട്ടെന്നുണ്ടാവുന്ന തെറ്റിദ്ധാരണയുടെ പുറത്തോ ദേഷ്യത്തിൻ്റെയോ സങ്കടത്തിൻ്റെ ഫലമായി മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ താഴ്ത്താനും അവരെ അവഗണിക്കാനും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തെ ശരി മാത്രം നമ്മൾ ആലോചിക്കുന്നുള്ളൂ. എന്നാൽ അവരുടെ പക്ഷം കേൾക്കാനോ അവരെ പരിഗണിക്കാനോ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നു. ഈ നോമ്പുകാലത്ത് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.